100 വാർത്തകളിലേക്കാണ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 3:30 പ്ലാസ്റ്റിക് യൂണിറ്റിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത് 3 മണിക്കൂറോളം സമയമെടുത്ത്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് പ്രാഥമിക നിഗമനം. 18ാം ലോക്സഭയിലേക്കുള്ള NDA മുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ഇന്നറിയാം. NDA സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഇന്ന് നാമനിർദ്ദേശം ചെയ്യും. സമവായമുണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നീക്കവുമായി ഇന്ത്യ സഖ്യം. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ R. വിഷ്ണുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം പുലർച്ചെ 1:30 തിരുവനന്തപുരത്ത് എത്തിച്ചു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശാന്തിതീരം പൊതുശ്മശാനത്തിൽ. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും. ഉച്ചയ്ക്ക് 2-ന് സെക്രട്ടേറിയറ്റ് അനക്സിലാണ് ചർച്ച. സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ ലംഘനമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബദൽ മാർഗം കണ്ടെത്തുക ലക്ഷ്യം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരാൻ നീക്കം. CPIഎമ്മിനെതിരെ തുറന്നടിച്ച് പാർട്ടി വിട്ട കണ്ണൂരിലെ നേതാവ് മനു തോമസ്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയെന്ന ആരോപണം. പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചത് മനസ്സ് മടുത്തെന്നും CPIഎം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ്. പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നേക്കും. ബീഹാർ പോലീസിൽ നിന്നും CBI സംഘം തെളിവുകൾ ശേഖരിച്ചു. കിളിമാനൂരിൽ റോഡരികിലെ തോട്ടിലേക്ക് മറിഞ്ഞ ടാങ്കർ ലോറി പൂർണ്ണമായി ഉയർത്തി. ദൗത്യം പൂർത്തിയായത് 27 മണിക്കൂറിലേറെ സമയമെടുത്ത്. ടാങ്കർ നീക്കിയത് ഇന്ധനം പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷം. വീണ്ടും അപകടമുണ്ടാക്കി കല്ലട ബസ്. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച് മലയാളിയുടെ പിക്കപ്പ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. 2 പേർക്ക് പരുക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിന് എതിരായ EDയുടെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്ന ഡൽഹി മന്ത്രി അതിഷിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഹരിയാന സർക്കാർ വെള്ളം വിട്ടു നൽകാത്തതിന് എതിരായ സമരം 5ാം ദിവസത്തിലേക്ക്. രക്തസമ്മർദ്ദവും പഞ്ചസാരയുടെ അളവും അപകടകരമായി കുറഞ്ഞതായി ആം ആദ്മി പാർട്ടി. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അനധികൃത നിർമ്മാണം തടയുന്നതിനായി ഹിൽ ഏരിയ അതോറിറ്റി രൂപീകരിക്കണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിന്റെ കാരണം സർക്കാർ വിശദീകരിക്കും. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വ്യാപക നഷ്ടം. കായംകുളം എരുവയിൽ റോഡിലേക്ക് മരം വീണ് ബൈക്ക് യാത്രക്കാരനായ പത്തിയൂർ സ്വദേശിക്ക് പരുക്ക്. എടത്തയിൽ തൊഴുത്തിനുമേൽ മരം കടപുഴകി വീണ് പശുവിനും പരിക്കേറ്റു. കോട്ടയത്തും പലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി നാശനഷ്ടം. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 58ആയി. നിലവിൽ ചികിത്സയിലുള്ളത് 152 പേർ. കേസിൽ ഇതുവരെ പിടിയിലായത് 15 പേർ. പാർട്ടിയിൽ താഴെത്തല മുതൽ ആത്മവിമർശനത്തിന് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ കത്ത്. ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിലാണ് ബിനോയ് വിശ്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. മണിപ്പൂരിൽ വ്യാപക പ്രതിഷേധം. വംശീയ സംഘർഷം അവസാനിപ്പിക്കാൻ പാർലമെന്റിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. മെയ്തേയ് കുക്കി സംഘടനകൾ പ്രതിഷേധിക്കുന്നു. കേരളത്തിലെ പ്രധാന വാർത്തകൾ. പാലക്കാട് പന്നിയങ്കരയിൽ ഇന്നു മുതൽ പ്രദേശവാസികൾക്ക് ടോൾ. ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ജനകീയ വേദി. പത്തനംതിട്ട പെരുന്നാട് ജനവാസ മേഖലയിൽ പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു കൊന്നു. ലാഹത്തോട്ടത്തിലാണ് സംഭവം. ആലപ്പുഴ ജില്ലയിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കായംകുളം എരുവിയിൽ റോഡിൽ മരം വീണ് ബൈക്ക് യാത്രക്കാരന് പരുക്ക്. ആലപ്പുഴ ചിങ്ങോലി ചൂരവിള ഗവൺമെന്റ് LP സ്കൂളിന് കളക്ടർ 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ജലജന്യ രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ വൈദ്യുതി പോസ്റ്റ് വീണ് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. കാർ ഇടിച്ചാണ് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് കരമന സ്വദേശി ദീപു. രാത്രി 12 മണിയോടെയാണ് നാട്ടുകാർ കളിയിക്കവള പോലീസിൽ വിവരമറിയിച്ചത്. ആഭ്യന്തര വിപണിയിൽ റബ്ബർ വില 204 രൂപയ്ക്ക് മുകളിലെത്തി. നേരത്തെ റബ്ബർ വില 185 രൂപയായിരുന്നു.
പട്ടാണിക്കാട്ടിലെ അനധികൃത സംരക്ഷണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടനയായ ജനനി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വന്യജീവികളുള്ള വനാതിർത്തിയിൽ 200ഓളം നായ്ക്കളെ പാർപ്പിക്കുന്നത് വന്യജീവികളെ പ്രകോപിപ്പിക്കുമെന്ന് ജനനി. എറണാകുളം മൂവാറ്റുപുഴയിൽ 40-കാരനെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതികൾ കുറ്റം സമ്മതിച്ചു. ബിയർ ബോട്ടിൽ കൊണ്ട് തലക്കടിച്ചാണ് ശബരി ബാലനെ കൊലപ്പെടുത്തിയത് എന്ന് പ്രതികളുടെ മൊഴി. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡ് നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായ റോഡുകളിൽ രണ്ടാം ഘട്ട ടാറിംഗ് ഇതുവരെയും തുടങ്ങിയിട്ടില്ല. മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. തിരുവനന്തപുരം തോന്നക്കൽ AJ കോളേജിൽ ബോട്ടണി ആൻഡ് ബയോടെക്നോളജി വിഭാഗം മേധാവി ശ്രീവരാഹം ശ്രീനഗർ സോപാനത്തിൽ ഡോക്ടർ P. ശ്രീദേവി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. തിരുവനന്തപുരം MG കോളേജിലെ റീഡറും ബോട്ടണി വിഭാഗം മേധാവിയുമായിരുന്നു. പ്രശസ്ത മനഃശാസ്ത്രജ്ഞ ഡോക്ടർ PT വാണിദേവി മകളാണ്. സംസ്കാരം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ശാന്തി കവാടത്തിൽ നടക്കും. കരുനാഗപ്പള്ളി അയണിവേലി കുളങ്ങര വില്ലേജ് ഓഫീസിന് എതിർവശം സ്വകാര്യ വ്യക്തി നികത്തിയ വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. നികത്തിയത് 1.35 ഏക്കർ പാടശേഖരം. ദിവസവും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഞായറാഴ്ചകളിൽ OP ഇല്ല. മഴക്കാല രോഗങ്ങൾ വർദ്ധിച്ചിട്ടും ഞായറാഴ്ചകളിൽ OP പ്രവർത്തിക്കാത്തത് ബുദ്ധിമുട്ടാണെന്ന് നാട്ടുകാർ. ഇൻഡോ ഓസ്ട്രേലിയൻ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. 3 മലയാളികൾക്ക് പുരസ്കാരം. 2023 WBC മിഡിൽ വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യനും WBC കെയർ അംബാസിഡറുമായ KS വിനോദിന് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം. സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് KV സാബു, IT മേഖലയിൽ പ്രവർത്തിക്കുന്ന മോബി K ബാബു എന്നിവരാണ് അവാർഡിന് അർഹരായ മറ്റു മലയാളികൾ. ഓസ്ട്രേലിയൻ പാർലമെന്റ് സ്പീക്കർ മിൽട്ടൺ ഡിക് MP പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ബ്രിസ്ബെയിൻ ക്യൂൻസ്ലാൻഡ് പാർലമെന്റ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ക്യൂൻസ്ലാൻഡ് പ്രതിപക്ഷ നേതാവ് ജോൺ പോൾ MP അധ്യക്ഷനായി. മെൽബണിലെ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ കോൺഫറൻസിൽ കേരളത്തിൽ നിന്ന് 250 പ്രതിനിധികൾ പങ്കെടുക്കും. ഇത്രയേറെ മലയാളികൾ മെൽബണിൽ ഒരുമിച്ച് എത്തിച്ചേരുന്ന ആദ്യത്തെ കൺവെൻഷനാണ് ഇത്. SYS ചരിത്ര സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടകർക്കായി സംസ്ഥാന കമ്മിറ്റി കായംകുളത്ത് തെക്കൻ മേഖല ശില്പശാല സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ P. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് ക്ലൈംബിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായി മലയാളിയായ ഡോക്ടർ രാജ്മോഹൻ പിള്ളയെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള തിരുവനന്തപുരം ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കുകളുടെ അന്തിമ പരിശോധന ജൂലൈ 1, 2 തീയതികളിൽ നടക്കും. രാവിലെ 10:30 തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിലാണ് പരിശോധന. പോലീസിൽ 1401 ഒഴിവുകൾ സർക്കാർ പൂഴ്ത്തിവെച്ചെന്ന പ്രചാരണം വസ്തുതകൾ പരിശോധിക്കാതെ എന്ന വിശദീകരണവുമായി കേരള പോലീസ്. ഒഴിവന്ന തസ്തികകളിൽ ബൈ ട്രാൻസ്ഫർ മുഖേന നിയമനം നടത്തുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെന്ന് വിശദീകരണം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സെമിനാർ നാളെ വെള്ളയമ്പലം ലിറ്റിൽ ഫ്ലവർ പാരിഷ് ഹാളിൽ നടക്കും. മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. പരേതനായ KC കുഞ്ഞിക്കണ്ണന്റെ മകൻ KC സജീഷ് കുമാർ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. അന്ത്യം മാലിദ്വീപിൽ വെച്ച് മാലി എയർപോർട്ട് ജീവനക്കാരനാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ നടക്കും. ഇനി പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ പരാതി പരിഹാര അദാലത്ത് ഇന്നും നാളെയുമായി നടക്കും. രാവിലെ 10:30 മുതൽ വൈകുന്നേരം 5 മണി വരെ മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത്. തിരുവനന്തപുരം കുളത്തൂർ കഴക്കൂട്ടൻ റോഡിൽ അടുത്ത മാസം 1 മുതൽ 15 വരെ ഗതാഗത നിയന്ത്രണം. ഓവുചാൽ നിർമ്മാണം നടക്കുന്നതുകൊണ്ടാണ് നിയന്ത്രണം. അമേഠിയിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജിയിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 7 പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കും. ഫോർട്ട് കൊച്ചി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഡയാലിസിസ് ലാബ് ടെക്നീഷ്യൻ തസ്തികകളിൽ ഒഴിവുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് ആശുപത്രി ഓഫീസിൽ. കോട്ടയ്ക്കൽ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ബ്രാഞ്ചിൽ ട്രേഡ്സ്മാൻ ഇൻ കമ്പ്യൂട്ടർ തസ്തികയിൽ താൽക്കാലിക നിയമനം. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. തിരുവനന്തപുരം ചാല ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി വിഷയത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ദേശീയ വാർത്തകൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കാണാനുള്ള കാരണം വെളിപ്പെടുത്തി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. സംസ്ഥാനത്ത് സൈനിക സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ചയെന്ന് വിശദീകരണം.
റമാൽ ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം മിസോറാം സന്ദർശിച്ചു. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് സംസ്ഥാനത്ത് 233 കോടി രൂപയുടെ സഹായം പ്രഖ്യാപിച്ചു. ഇന്റലിജൻസ് ബ്യൂറോ മേധാവി തപൻ കുമാർ ദേക്കയുടെ കാലാവധി 1 വർഷത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ നീട്ടി. ഹിമാചൽ കേഡറിൽപ്പെട്ട 1988 ബാച്ച് IPS ഓഫീസറാണ് ദേക്ക. ട്രിച്ചി വിമാനത്താവളത്തിൽ 1.25 കോടിയുടെ സ്വർണം പിടികൂടി. സിംഗപ്പൂരിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. ഡൽഹി ഉത്തം നഗറിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 3 പേർക്ക് പരിക്ക്. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. അസമിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ 5 പേർ അറസ്റ്റിൽ. ഉദൽഗുരി ജില്ലയിലെ മജ്ബത്ത് മേഖലയിലാണ് സംഭവം. അഹമ്മദാബാദിലെ അരിഹന്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ച അപകടം. ഫാക്ടറി ഉടമ ഉൾപ്പെടെ 2 പേർ മരിച്ചു. ഗുജറാത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ പിടികൂടിയ മയക്കുമരുന്നിന്റെ കണക്ക് പുറത്തുവിട്ട് പോലീസ്. 9,600 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. രാജ്യാന്തര വാർത്തകൾ. ദക്ഷിണ കൊറിയയിലെ ഗ്യാൻസോങ്ങിലെ ലിഥിയം ബാറ്ററി ഫാക്ടറിയിൽ സ്ഫോടനം. 22 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ സഹോദരി ആനി രാജകുമാരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ബക്കിംഗ്ഹാം പാലസ്. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37,626 86,000 പേർക്ക് പരുക്ക്. ഈജിപ്തിൽ ഉഷ്ണതരംഗം. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ദിവസേനയുള്ള പവർ കട്ട് 3 മണിക്കൂറായി ഉയർത്തി. തൈവാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 23 ചൈനീസ് സൈനിക വിമാനങ്ങളും 7 നാവിക കപ്പലുകളും രാജ്യാതിർത്തിയിൽ കണ്ടെത്തി. വിഖ്യാത ഹോളിവുഡ് ചിത്രമായ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ സിനിമകളുടെ പ്രശസ്തനായ ചലച്ചിത്ര താരം തമായോ പെറി സർഫിംഗിനിടെ സ്രാവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹവായിലെ ഗോട്ട് ഐലൻഡിൽ പെറിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇത്തവണ ഹജ്ജിനിടെ 1301 തീർത്ഥാടകർ മരിച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയം. മരിച്ചവരിൽ 80% ഏറെയും അനധികൃത തീർത്ഥാടകർ എന്നും വിശദീകരണം. പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ്. പാകിസ്ഥാൻ പാർലമെന്റിലാണ് പ്രസ്താവന. പടിഞ്ഞാറൻ ജപ്പാനിൽ മണ്ണിടിച്ചിൽ സാധ്യത മുന്നറിയിപ്പ്. ശക്തമായ മഴയും ചുഴലിക്കാറ്റും ആലിപ്പുഴ വർഷവും ഉണ്ടാകാൻ സാധ്യത. ഇന്തോനേഷ്യയിലെ ടൂവൽ സിറ്റിയിൽ ഭൂചലനം. 5.3 തീവ്രത. സുനാമി മുന്നറിയിപ്പില്ല. ഇന്തോനേഷ്യയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. ഒരാൾ മരിച്ചു. 200ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായി റിപ്പോർട്ടുകൾ. മഴക്കെടുതിയിൽ വരഞ്ഞ് തെക്കൻ ചൈന. ഗാങ്ടോങ് പ്രവിശ്യയിൽ മണ്ണിടിച്ചിലിൽ 8 പേർ മരിച്ചു. നിരവധി പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. നൈജീരിയയിലെ വടക്കു പടിഞ്ഞാറൻ കാറ്റ്സിന സംസ്ഥാനത്ത് തോക്കുധാരികളുടെ വെടിവെപ്പ്. 7 ഗ്രാമീണർ കൊല്ലപ്പെട്ടു. ബിസിനസ് വാർത്തകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹകരണത്തിന് മെറ്റയുമായി ചർച്ച നടത്തി ആപ്പിൾ. ഐഫോണുകളിലും ആപ്പിൾ ഉൽപ്പന്നങ്ങളിലും ചാറ്റ് ബോട്ട് ഉൾപ്പെടുത്തും. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണ കരാർ അപ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചറിന്. നിർമ്മാണം സെപ്റ്റംബറിന് മുൻപ് ആരംഭിക്കും. ഹൈവേ വേഗം ഇരട്ടിയാക്കാൻ ഇന്ത്യയുടെ ബൃഹത് പദ്ധതി വരുന്നു. അടുത്ത 7 വർഷത്തിനുള്ളിൽ 22 ലക്ഷം കോടി രൂപ റോഡ് നിർമ്മാണത്തിനായി മാറ്റിവെക്കാൻ കേന്ദ്ര സർക്കാർ. റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വർധന. പ്രതിദിനം രാജ്യത്തെത്തിയത് 21 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ. ലോകത്തെ ഏറ്റവും ശക്തമായ 10 കറൻസികളുടെ പട്ടികയിൽ കുവൈറ്റ് ദിനാർ വീണ്ടും ഒന്നാമത്. മിഡിൽ ഈസ്റ്റ് എക്കണോമി പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മുൻ പരിശീലകൻ ഇഗോർ സ്റ്റിമാക്കിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. കോച്ചിനെ പുറത്താക്കാനുള്ള അധികാരം ഫെഡറേഷന് ഉണ്ടെന്ന് വിശദീകരണം. യൂറോ കപ്പിൽ സെമി ഉറപ്പിക്കാൻ ഫ്രാൻസ് ഇന്നിറങ്ങും. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ പോളണ്ട്. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ ഇംഗ്ലണ്ട് ഇന്ന് കളത്തിലിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ സ്ലൊവേനിയയാണ് എതിരാളികൾ. വൈറൽ ട്രെൻഡ്സ്. രാവണപ്രഭു എന്ന ചിത്രത്തിലെ അറിയാതെ അറിയാതെ എന്ന ഗാനത്തിന് ചുവടുവെച്ച് പെൺകുട്ടികൾ. വീഡിയോ ഇപ്പോൾ വൈറലാണ്. പ്രായമൊന്നിനും തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് മുത്തശ്ശി. വാർദ്ധക്യകാലത്ത് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുകയാണ് മുത്തശ്ശി. ഗായിക സുജാത മോഹൻ പങ്കുവച്ച പുത്തൻ ചിത്രങ്ങൾ വൈറലാകുന്നു. മഞ്ഞ നിറത്തിലുള്ള സാരി ധരിച്ചു നിൽക്കുന്ന സുജാതയാണ് ചിത്രത്തിലുള്ളത്. ഇനി ഫാക്ട് ചെക്ക്.
യൂറോപ്പിൽ ഫ്രഞ്ച് പതാക കത്തിച്ചു എന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യം വ്യാജമാണ്. യഥാർത്ഥത്തിൽ ഈ ദൃശ്യം യൂറോപ്പിൽ നിന്നല്ല, മൊറോക്കോയിൽ നടന്ന പലസ്തീനിയൻ അനുകൂല പ്രകടനത്തിന്റെ ചിത്രം എഡിറ്റ് ചെയ്താണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ലോസ് ഏഞ്ചൽസിൽ ഭൂചലനം 3.5 തീവ്രത രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. ആളപായമില്ല. ഉത്തർപ്രദേശിലെ നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുമെന്ന് അധികൃതർ. ആവശ്യമായ സ്റ്റീൽ വാങ്ങുന്നതിലെ കാലതാമസമാണ് ജോലികൾ വൈകുന്നതിനുള്ള കാരണം. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം കൂടുതൽ പുരോഗതി കൈവരിച്ചു എന്ന് US ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി കുട്ട് കാമ്പൽ. എല്ലാ മേഖലയിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം ഏറ്റവും മികച്ച രീതിയിലാണ് നിലവിൽ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊല്ലം ആര്യങ്കാവ് കാടമാൻപാറയിൽ നിന്ന് വീണ്ടും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി. വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ 5 ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയതായി കണ്ടെത്തി. 50 മുതൽ 60 വരെ സെന്റിമീറ്റർ ചുറ്റളവ് കണക്കാക്കുന്ന ചന്ദനമരങ്ങളാണ് മുറിച്ചു കടത്തിയത്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തയിലേക്ക്. കോഴിക്കോട് നാദാപുരത്ത് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർക്ക് സസ്പെൻഷൻ. മദ്യം കടത്തിയയാൾക്ക് മദ്യം വിറ്റു എന്ന കണ്ടെത്തലിനെ തുടർന്ന് നാദാപുരം എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ C അബ്ദുൽ ബഷീറിനെതിരെയാണ് നടപടി. കൊയിലാണ്ടിൽ നിന്ന് പിടിയിലായ മദ്യക്കടത്ത് പ്രതിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം വെളിപ്പെടുത്തിയത്. പത്തനംതിട്ട കോന്നിയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആരോപണവുമായി നാട്ടുകാർ. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.